കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടങ്ങൾ. കാസർകോട്ടെ പുഴകൾ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. മഞ്ചേശ്വരം, പാവൂർ, ഗറുകട്ടെ, മച്ചമ്പാടിയിലും ഏരിയാലിലും നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ചെറുഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നെങ്കിലും ഇടുക്കിയും മുല്ലപ്പെരിയാർ ഡാമുകളിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. മലയോര മേഖലകളിലെ രാത്രിയാത്ര പൂർണ്ണമായും നിരോധിച്ചു. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും പ്രവർത്തനാനുമതിയില്ല. മഴ മുന്നറിയിപ്പ് നീങ്ങും വരെ തൊഴിലുറപ്പ്, തോട്ടം മേഖല ഉൾപ്പെടെയുള്ള പുറം ജോലികളും നിരോധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി മലങ്കര, കല്ലാർകുട്ടി, പാംബ്ള, പൊന്മുടി ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അപകട സാധ്യതാ മേഖലകളിൽ നിന്ന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കാസർകോട് ജില്ലയിൽ ശക്തമായ മഴയിൽ റോഡ് ഇടിഞ്ഞ് ഗതാഗത തടസ്സം. കാസർകോട് ജില്ലയിൽ മിന്നൽ പ്രളയം. ജില്ലയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിരവധി ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. മഞ്ചേശ്വരത്ത് ഉൾപ്പെടെ വെള്ളം കയറി. പാവൂർ, ഗറുകട്ടെ, മച്ചമ്പാടി, ഏർക്കാട് ജംഗ്ഷൻ, പൊസാട്ട് മേഖലകളിൽ വെള്ളക്കെട്ട്. കാര്യങ്കോട്, ചന്ദ്രഗിരി, കുമ്പള പുഴകൾ കരകവിഞ്ഞൊഴുകുന്നതിനാൽ ചില ഭാഗങ്ങളിൽ ആളുകൾ ബന്ധുവീടിലേക്ക് മാറി താമസിക്കുകയോ മാറ്റിപ്പാർപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളതിനാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി. മഴക്കാലം കഴിയുന്നതുവരെ 9 ജില്ലകളിൽ NDRF സംഘം ഉണ്ടായിരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. അടുത്ത 3 മണിക്കൂറിൽ ഇടത്തരം അല്ലെങ്കിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.